Paling bunyi dah. Atucan mama yang bawa sama itu ya. Tapi tu mana ada? Ada. Dah, ane kaipa kan, Allah betul kali ni. നീളത്തിൽ മുറിച്ചല്ലേ മുമ്പിലെല്ലാം എത്ര കയ്പൊക്കെ ഉണ്ടാകുന്ന ഞാൻ കിട്ടുന്നുണ്ട് ഇപ്പൊ എല്ലാം പീടി പോയി മേടിക്കണ്ടേ. എനക്ക് കയ്യാണ്ടായി പോയില്ലേ ഞാനൊക്കെ പണ്ടല്ല എത്ര കയ്പൊക്കെ ഉണ്ടാക്കുന്നന്ന്. എല്ലാ സമയത്തും പണിയെടുക്കാനാവുക. വയസ്സ് എത്രയായി ഞങ്ങള് വിചാരം? 86 വയസ്സായി. 86 വയസ്സായില്ല ഞാനൊക്കെ. എനിക്കെത്ര വയസ്സായി? എന്റെ വയസ്സ് ഞങ്ങൾക്ക് ഓർമ്മയില്ല. എത്ര വയസ്സിൽ ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്? 27 വയസ്സിലാണ് എന്നെ ഞാൻ കല്യാണം കഴിച്ചത് ഞാനൊക്കെ. ഞാൻ പറൂരുണ്ട് നിങ്ങൾക്കാരെ പറഞ്ഞു തന്നെ. തൊണ്ടച്ചന്റെ മോള് നാരായണിയല്ലേ, ഓളല്ലേ പറഞ്ഞു തന്നെ. എന്നിട്ടാ കാണാൻ വന്നിന് ഞാൻ. എന്നെ കണ്ടപാട് ഇഷ്ടപ്പെട്ടല്ല. അന്നേരം ഞാൻ നല്ല വൃത്തിയുണ്ട്. നിന്നെ കാണാൻ ഇപ്പം നല്ല വൃത്തിയെല്ലാം ഉണ്ട് ഞാനൊക്കെ. പോയായിരുന്നു തമാശയൊക്കെ പറയാണ്ട്. ഇത്ര വേഗാണ് കാളെല്ലാം പോയത് ഞാനൊക്കെ. ചെക്കൻ കൊറേ സമയമല്ല പറ്റി മീൻ കൊണ്ടുവരുമോ? ഓനല്ലേ വരുന്നേ. ജീവിതം തുടങ്ങി. അമ്മ മീൻ കിട്ടിത്തമ്മ. ഇന്ന് മീനില്ല. ഇന്ന് മീൻകാരൻ വന്നിട്ട് വരും. മുട്ട വാങ്ങിനേ. ഇതെന്നാ കൈപ്പക്കയാ? കൈപ്പക്ക വറവാക്കാനാ? നമ്മ മുട്ട ഉണ്ടെന്ന് ആക്കല്ലേ. ഹലോ, അപ്പോൾ തറവാട്ടിലാണ് ഉള്ളത് കേട്ടാ. ഞാനും അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് ഏടിയില്ലും. അപ്പോൾ എല്ലാതെയും പിള്ളേരെല്ലാം പിന്നെ ഒരു ഗർഭിണിയെ കൂട്ടിക്കൊണ്ടപ്പോൾ ചടങ്ങുണ്ടേ. നമ്മൾ വന്തൂരിയാണ്. അപ്പോൾ ആടത്തേക്ക് പോയിട്ട് അതിൽ ഏർത്തിയും പോയിന് കേട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാളും കൂടിയിട്ട് ചെറിയ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈപ്പക്കൽ ഇവർ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അത് ഉപ്പേരി ആക്കണം. അതിന് മുട്ട കൊണ്ടൊന്നും ആക്കണം. അപ്പോൾ പെട്ടെന്ന് പരിപാടി നോക്കട്ടെ. കൈപ്പക്ക നല്ല പൊട്ടി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീളത്തിന് മുറിച്ച് ഞാനമ്മേ. അപ്പോൾ ഉള്ളി അമ്മ കുനുകുന അരിയുന്നുണ്ട്. വലിയ ഉള്ളി, സവാള. അപ്പോൾ ഇങ്ങനെ അരിയുന്നല്ലേ. ഇഞ്ചി തൊലി കളഞ്ഞ വെച്ചാ കളഞ്ഞിനെയാ? ഓ, എൻ്റെ ചുളി പോയിട്ടൊന്നുമില്ല. ഞാൻ ഇത് വൃത്തിയാക്കാണ്ട് എത്ര കുറച്ചും കൂടാ. ഇത് വൃത്തിയാക്കാണ്ട് എത്ര എന്റെ ചുളി വൃത്തി പോയിട്ടാ കാണുന്നില്ല. ഞാൻ കളയാ. അമ്മ കൂട്ടിക്കൊണ്ടുപോ ചടങ്ങിന് സദ്യയിലും ഉണ്ടാവൂലേ? ഉണ്ടാവും. എത്ര മാസത്തിലാ കൂട്ടിക്കൊണ്ട് പോലെ? 7 മാസത്തിലാ. അച്ഛൻ അങ്ങോട്ട് പോവാൻ പറഞ്ഞതാണ്. അച്ഛൻ നിങ്ങളെ പോവാൻ പറഞ്ഞിട്ടേ? അച്ഛനോ അമ്മയോടും പറഞ്ഞു പറഞ്ഞേ. നടക്കാൻ കഴിയില്ലല്ലോ അല്ലേ? അപ്പോൾ അച്ഛനമ്മ നടക്കാൻ കഴിയില്ല. അപ്പോൾ അച്ഛനമ്മക്കും കൂട്ടായിട്ട് ഞാനോട് വന്നിട്ടുണ്ട്. അടുത്ത ഇഞ്ചി അല്ലേ മേ? അപ്പോൾ പച്ചമുളകുകൾ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചി അങ്ങനെ കുനുകുന അല്ലേ? കുനുകുന തന്നെയല്ലേ? കുനി. അപ്പൊ ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇനി തേങ്ങ അല്ലേ മേ? അപ്പോൾ ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവകൾ: വലിയ ഉള്ളി, അതായത് സവാള കുനുകുന അരിഞ്ഞത്, 2-3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, തേങ്ങ. ഇനി ഉപ്പമ്മേ? ഉപ്പിട്ട് കൊടുക്കുക പാകത്തിന്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മതിയമ്മേ? കാണുന്നില്ലേ? മതി. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ച ഇതിലൊന്ന് ഇല വാരി ഇട്ടോ. നമ്മുടെ തേങ്ങ, ഇതെല്ലാം ഒന്ന് തിരുമ്പി എടുക്കണം അല്ലേ മേ? മൊത്തം ഒന്ന് തിരുമ്പി എടുക്കുന്നുണ്ട് അമ്മ. ഉപ്പെല്ലാം ഒന്ന് പിടിക്കട്ടെ അല്ലേ? മഞ്ഞപ്പൊടി ചേർത്തു. അച്ഛൻ മഞ്ഞപ്പൊടി ചേർക്കെന്ന് പറയുന്നുണ്ട്. അമ്മ വെളിച്ചെണ്ണ വെച്ചേക്കല്ലേ? അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്.
അമ്മ വെളിച്ചെണ്ണ ചൂടായി കടു ഇട്ട് കൊടുക്കട്ടാ കടു ഇട്ടക്ക ഉരുവിട്ടക്കട്ട അമ്മ ഉലുവ അടുത്ത് വറ്റമുളക് അല്ലമ്മേ വറ്റമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി നമ്മുടെ കൈപ്പക്കയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം നനക്കാമ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് മതി അമ്മേ എല്ലാം ഇളക്കി യോജിപ്പിച്ച് തട്ടിക്കൂട്ടി വെക്കണം അല്ല അമ്മേ അമ്മ ഒരു പാത്രം ഉണ്ടാവുക പാത്രം ഇത് അടച്ചു കൊടുക്കണ്ട അമ്മേ അടച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഇത് അടച്ചു കൊടുക്കുക വേവിട്ടെ അച്ഛാ ഏട്ടനാടെ പോന്ന് ഏട്ടനാടെ പോന്ന് തേങ്ങ നോക്കാൻ ഇല്ലയാ ഇന്നലെ പോയിന്ന് വെച്ചാ ഇല്ലയാ ഏട്ടൻ വന്നിട്ടുണ്ട് ഏട്ടാ ഏട്ടൻ ഇന്ന് പണിയില്ല വന്ന് അതുകൊണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടമ്മേ കുറച്ചും പോകാണ്ട് എത്ര വെള്ളം ഉണ്ട് എത്ര കുറച്ചുകൊണ്ട് പോവാണ്ട് അല്ലമ്മേ ഉപ്പില്ലമ്മേ എന്നമ്മ പറയുന്നേ എന്തെയാ അന്ന് കൊത്തി വെച്ചയാ എന്തെയാ നോക്കട്ടെ ഓ പഴയുടെ പഴുക്കാൻ വെച്ചിട്ടുണ്ട് നല്ല കുറച്ച് പഴുത്തിട്ടുണ്ടല്ലേ എന്താ ഇരിയട്ടെ നല്ല പഴമാണ് നമ്മളിങ്ങോട്ട് ഈ പഴത്തിന് അണ്ണാരക്കണ്ണ എന്ന പേര് പറയില്ല കേട്ടോ അണ്ണാരക്കണ്ണ അണ്ണാരക്കണ്ണാവ പൂവാല ചെങ്ങാത്തൻ കൂടാൻ വാ മൂവാണ്ടൻ മാവേ വാ അമ്മക്കാണോ ഒരു പഴം തിന്നറ ഒന്ന് തിന്നിട്ടില്ല ഒന്ന് തിന്നറ അച്ഛൻ തിന്നമ്മ അച്ഛന് കൊടുക്കൊന്ന് നല്ല പഴമല്ലേ ഇത് നല്ല പഴമാണ് അച്ഛൻ ആദ്യം പത്രപാരായണം തുടങ്ങി അച്ഛാ പഴം വേണ്ടേ അത് പിന്നെ ഇത് മുറിക്കാൻ കഴിയാ എനിക്ക് ഏതച്ചാ പഠനാക്കിയിട്ട് അത് തരാം പഠനാക്കിയിട്ട് ഒന്ന് തിന്നോ അത് അധികം ഇതില്ലാതെ പഴമല്ലേ വളിയാലോ വേണ്ടേ വേണ്ട വേണ്ടേ അച്ഛൻ ഇതാ ഒന്നും തിന്നൂല ചണക്കനെ മടക്കി തന്നു കേട്ടോ പഠനാക്കിയിട്ട് അച്ഛൻ പറയുന്നത് അതിൽ നിന്ന് പടനാക്കിയിട്ട് അപ്പുറത്തേക്ക് എടുത്തോന്നാ പറയുന്നത് ആ അതെടുക്ക അപ്പൊ ഞാൻ തന്നോട്ടാ അച്ഛന് വേണ്ട നല്ല മധുരമുണ്ട് നല്ല മധുരമുള്ള പഴം തന്നെ നല്ല വണ്ണം വെച്ചിനി പക്ഷെ ഇത് പീടികയിൽ ഇതിന് വലിയ ഡിമാൻഡ് ഇല്ല ഈ പഴത്തിന് പീടിയക്കാർ അങ്ങനെ എടുക്കൂല ഇത് ഇതിന് വില കുറവാണ് ഈ പഴത്തിന് അവര് ചോദരി അവർക്ക് ഇഷ്ടം ചോദരി പഴമില്ല പക്ഷെ ഇത് വലിയ കൊലയുണ്ടാവും കേട്ടോ ഇതിന് പൈസ കുറവാണ് നല്ല ആചരണം കാണുന്നുണ്ട് വെച്ചാ നല്ല ആച്ചായിന്നെ വേലെല്ലാം ഒതിക്കുന്നുണ്ട് അല്ലേ ഇന്ന് മഴ കുറവാണ് കേട്ടോ ഒരിക്കല് മതില് വരെ പോയിനോല് വീട്ടിന്റെ ചമരി മഴയത്തല്ലേ ഇതൊക്കെ കുറ്റിക്കോലി കുറ്റിക്കോലി വീട്ടിന്റെ അച്ഛൻ പത്രം വായിച്ചിട്ട് കുറ്റിക്കോലി വീടിന്റെ മധുര പോയി എന്ന് പറയുന്നു തേങ്ങ തേങ്ങ കെട്ടിയിട്ടില്ല തേങ്ങയില്ല ഓലയോ അമ്മേ അമ്മേ വന്നിട്ടുണ്ടാവുക നോക്കട്ടെ ഒന്ന് എടുത്തു നോക്കട്ടെ ബന്ധു നോക്കട്ടെ ഒരു പൊടിക്കും കൂടെ ആവാണ്ട് അടച്ചു വെച്ചാൽ മതി ഒന്നുകൂടെ പോകട്ടെ നോക്കറാ ഉപ്പെല്ലാം ഉണ്ട് ഏകദേശം ഒരു ദേശം കുറച്ചാൽ സാരമില്ല അതെയാ വന്നിട്ടല്ലേ കുറച്ചും കൂടി ഉണ്ടല്ലേ കുറച്ചും കൂടെ പോകാണ്ട് അടച്ചു നോക്കാം എന്നാല് കുറച്ചും കൂടെ പോകാണ്ട് കേട്ടോ
അമ്മ ബന്ധു ബന്ധു മതിയില്ലേ? അങ്ങനെ അമ്മയുടെ എന്താ കയ്പക്ക തോരൻ നമ്മളിങ്ങോട്ട് ഉപ്പേരി എന്ന് പറയും, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് നമ്മൾ കഴിക്കലായി. പരിപ്പ് കറി, മുട്ട വറവ്, അതുപോലെ തന്നെ അമ്മയുടെ സ്പെഷ്യൽ നമ്മുടെ കയ്പക്ക വറവ്, അതാണ് ഇന്നത്തെ കറി. മുട്ടത്തോരൻ ഇരുന്ന് വെച്ചാ ഇരിക്കറാ. ചെറിയ കറി ഇല്ല വിളിച്ചാ. കയ്പക്ക എന്നിട്ടമ്മേ അമ്മ വെച്ച കയ്പക്ക രസമുണ്ടാ? കയ്പക്ക രസമുണ്ടാ ചാ? അല്ലല്ലേ അല്ലേ? എന്നിട്ട് ഞാൻ കഴിക്കട്ടെ. നമ്മുടെ പരിപ്പും വെള്ളരിക്കയും ഉണ്ടോട്ടെ. അമ്മയുടെ കയ്പക്ക തോരൻ വറവ് നല്ല രസം ഉണ്ടാവില്ല വറവ്. നമ്മളെ കഴിച്ചിട്ടോട്ടാ.